മുട്ടുവേദന കാരണം ബുദ്ധിമുട്ടാണ്, സഹിക്കാൻ പറ്റാത്ത മുട്ടുവേദന. ഇപ്പം സ്റ്റെപ്പ് കയറുമ്പോൾ പ്രശ്നം വരിക, അല്ലെങ്കിൽ കൂടുതലായിട്ട് നടക്കുമ്പോൾ പ്രശ്നം വരിക, മര്യാദയ്ക്കൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല. ഇപ്പം നിസ്കരിക്കുന്നവരാണെങ്കിൽ നിസ്കാരത്തിന് ബുദ്ധിമുട്ട്, ഇപ്പോൾ ഇരുന്ന് തന്നെ നിസ്കരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ കാണിച്ച സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു, ഇപ്പോൾ ഡോക്ടറുടെ തന്നെ ഒരു പേഷ്യൻ്റ് അവരുടെ ഒരു വേദന, മുട്ടുവേദന മാറിയിട്ടുള്ളൊരു അനുഭവം പറയുന്നുണ്ട്. അപ്പോൾ അവർ കാണിച്ചപ്പം സ്വാഭാവികമായിട്ടും മുട്ടുവേദന എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കും, തേയ്മാനത്തിൻ്റെ പ്രശ്നമാണ്. അപ്പം നീർക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇവർ കാണിച്ച സമയങ്ങളിലൊക്കെ എല്ലായിടത്തുനിന്നും തേയ്മാനമാണ്. അതുകൊണ്ട് മുട്ട് കൂടുതലായിട്ട് അതിന് എന്ത് ചെയ്യാൻ പറ്റൂല, അനക്കാൻ പറ്റൂല, വളയ്ക്കാൻ പറ്റൂല. നിസ്കരിക്കുന്നവരാണെങ്കിൽ ഇരുന്നിട്ട് തന്നെ നിസ്കരിക്കുക, കൂടുതൽ സ്റ്റെപ്പ് കയറുന്നത് ഒഴിവാക്കുക, റെസ്റ്റ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഇവരെന്നെ പറയുന്നുണ്ട് ഇവരുടെ വോയിസിൽ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് തേയ്മാനാന്ന് പറഞ്ഞ് അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് പിന്നെയാണ് ഡോക്ടറുടെ വീഡിയോ കാണുന്നത്. ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള മുട്ടുവേദന ഇതൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ കാണുന്നത്. അപ്പം അത് കണ്ടതിന് ശേഷം ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. അപ്പോൾ ആദ്യ കൺസൾട്ടേഷനിൽ തന്നെ ഡോക്ടർ അവരോട് തന്നെ പറഞ്ഞു തേയ്മാനമൊന്നല്ല എന്നുള്ളത് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അവർ പറയുന്നൊരു വോയിസ്, അവർക്ക് മാറിയതിൻ്റെ ഒരു സന്തോഷം. ഇപ്പോൾ തേയ്മാനം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ ഏകദേശം തീർന്നു, എൻ്റെ മുട്ടുകൊണ്ട് ഇനി എന്തില്ല, ഇനി ഉപകാരമില്ല എന്ന് പറഞ്ഞു കൊടുത്തുനിന്ന് അവർ അവരുടെ സന്തോഷം പറയുന്നൊരു വോയിസ് കൂടി ഞാനിവിടെ പ്ലേ ചെയ്യാം. നമസ്കാരം, എൻ്റെ പേര് കല എന്നാണ്. ഞാൻ കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് കുറേ നാളായിട്ട് ഭയങ്കര മുട്ടുവേദനയായിരുന്നു. മുട്ടുവേദന എനിക്ക് സഹിക്കാൻ പറ്റാതെ ഇരിക്കുന്നിടത്തൊന്നും എണീക്കാൻ പോലും പറ്റാണ്ട് കുറേ നാളായിട്ട് ബുദ്ധിമുട്ടിയിരുന്നു. ഞാൻ ഇവിടെ ഡോക്ടേഴ്സിനെ കാണിച്ചു, നാട്ടിൽ ഓൺലൈനിലായിട്ട് കുറേ ഡോക്ടർമാരെയൊക്കെ കോൺടാക്ട് ചെയ്തു. അവസാനം അങ്ങനെയാണ് ഞാൻ ഒരു വീഡിയോ കണ്ടത്. അപ്പോൾ ഞാൻ അങ്ങനെ കോൺടാക്ട് ചെയ്തു, QNB ഹെൽത്ത് കെയർ കൊടുവള്ളിയുടെ കോൺടാക്ട് ചെയ്തു. സാർ എനിക്കൊരു മാസത്തെ മരുന്ന് തന്നു. പക്ഷേ എനിക്കൊരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. പക്ഷേ എന്താ പറയുക, എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. കാരണം പൂർണ്ണമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 80% എൻ്റെ വേദനയൊക്കെ പൂർണ്ണമായിട്ട് മാറി. എന്നിട്ടിപ്പോൾ ഞാൻ സെക്കൻഡ് ടൈം വീണ്ടും ട്രീറ്റ്മെൻറ്റ് എടുത്തിരിക്കുകയാണ്. പക്ഷേ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം എങ്ങനെ എൻ്റെ വേദന മാറിയെന്ന് എനിക്കറിയത്തില്ല. സ്റ്റെപ്പൊക്കെ കയറാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക്സ് എ ലോട്ട്. കാരണം ഞാൻ വിചാരിച്ചില്ല എൻ്റെ വേദന ഇങ്ങനെ മാറും. ഞാൻ ഇവിടെ ജോലി നിർത്തിയിട്ട് വരേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പം ഡോക്ടറെ താങ്ക്സ് എ ലോട്ട്. ഇപ്പം ഇവർ പറഞ്ഞത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. കാരണം ഒരു ഏജ് കുറവാന്ന് തോന്നി. ഇപ്പോൾ ഇവർക്ക് തന്നെ എനിക്ക് തോന്നുന്നൊരു 40 അല്ലെ 40+ ആ റേഞ്ചിലാണ് ഇവരുടെ ഏജ് വരുന്നത്. അപ്പോൾ ആ പ്രായത്തിൽ തന്നെ മുട്ട് തേയ്മാനെന്ന് കേൾക്കുമ്പോൾ തന്നെ ഓൾറെഡി നമ്മൾ ഡൗൺ ആയിപ്പോൾ. കാരണം ഇരിക്കാനും അതേപോലെ സ്റ്റെപ്പ് കയറാനും, ഒരു വീട്ടമ്മ എന്ന് പറയുമ്പം എപ്പോഴും അവരെന്താണ്, വർക്കിംഗ് ആണ്. ഇപ്പം മേലോട്ട് കയറിയിട്ടാലും ഇപ്പം അലക്കിയ സാധനങ്ങൾ എടുത്ത് വെക്കലും അടുക്കളയിലേക്ക് പോലും എല്ലാം കൂടിയായിട്ട് ഇരിക്കേണ്ട ഈ ഒരു ആക്ടിവിറ്റീസിലാണ് ഇവർ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഇത് പറ്റൂല എന്ന് പറയുമ്പം, അല്ലെ റെസ്റ്റ് എടുക്കണം എന്ന് പറയുമ്പോൾ മെൻ്റലി എങ്ങനെയായാലും അവർ ഡൗൺ ആണെന്നുള്ളത് ഷുവറാണ്. അപ്പോൾ ഡോക്ടറെ കാണിച്ചു, ബുക്ക് ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു തേയ്മാനം നല്ലതെന്ന്. അപ്പോൾ അവർ അല്ലാത്ത കുറച്ച് സിംറ്റംസ് കൂടി അവർ പറഞ്ഞു, അല്ലാതെ അവർ നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങളും കൂടി പറഞ്ഞപ്പം അതിനനുസരിച്ചുള്ള മെഡിസിൻ കൊടുത്തു എന്ന് പറഞ്ഞു. ശരിക്കും ഇവരുടെ കേസിൽ എന്താണ് ഡോക്ടർ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്? ഇതെന്താണ് ഈ പ്രശ്നം? ഓക്കെ, നോർമലി ആ ഒരു പേഷ്യൻറ്റ് വിളിച്ച സമയത്ത് അവർക്ക് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് മുട്ടിനുള്ള വേദനയായിരുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് അസിഡിറ്റി. നല്ല രീതിയിൽ തന്നെ ആ ഒരു പ്രശ്നം അവരിൽ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവരുടെ ഒരു ഏജ് നിയർലി 45, ആ ഒരു 45 വയസ്സിനടുക്കുന്ന ഒരു ഏജായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. ആ സമയത്ത് സ്ത്രീകളിൽ കോമൺ ആയിട്ട് വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് മെനാപ്പോസ്. പ്രശ്നമല്ല, നാച്ചുറലി ബോഡിയിൽ നടക്കുന്ന ഒരു കാര്യമാണ് മെനാപ്പോസ് അഥവാ ആർത്തവവിരാമം എന്ന് പറയുന്നത്. ഇങ്ങനെ ആർത്തവവിരാമ സമയത്ത് സ്ത്രീകളിൽ ഒരുപാട് വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി കാണിക്കും. അതുപോലെ തന്നെ ഹോർമോണൽ ഇംബാലൻസ് കാണിക്കും. ആ ഒരു പീരീഡ്സിൻ്റെ നിൽക്കുന്ന ഒരു ടൈമാണോ അപ്പോൾ ആ ഒരു ഏജിൽ അല്ലേ? അതെ, ആ ഒരു ഏജ് അടുക്കുന്നതിനനുസരിച്ച് പീരീഡ്സ് നിൽക്കാനാവുന്ന ഒരു സമയമാണ്. അപ്പോൾ ഒരുപാട് ചേഞ്ചസ് ബോഡിയിൽ കാണിക്കും. അപ്പോൾ അതൊരു മെൻ്റലി ആയിട്ടും അതുപോലെ തന്നെ ഫിസിക്കലി ആയിട്ടുള്ള ചേഞ്ചസ് അവരുടെ ബോഡിയിൽ കാണിക്കും. അപ്പോൾ ഫിസിക്കലി കാണിക്കുന്ന ചേഞ്ചസുകളിൽ ഒന്നാണ് ഈ പറഞ്ഞ പോലെ തന്നെ മുട്ടുവേദന വരിക, ജോയിൻസിൽ വേദന വരിക. മുട്ട് എന്നല്ല, എല്ലാ ജോയിൻസിലും വേദനകൾ വരാനുള്ള ചാൻസസ് മേലെ മൊത്തമായിട്ടുണ്ടായിരുന്ന അസ്വസ്ഥത തന്നെ അവർക്ക് മാറിയെന്നും ലാസ്റ്റ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മെനാപ്പോസ് എത്തുന്ന സമയത്ത് സ്ത്രീകളിൽ കാണിക്കുന്ന പ്രശ്നങ്ങളാണ് ഈ പറയുന്ന പോലെ തന്നെ ജോയിൻസിൽ ഉണ്ടാവുന്ന വേദനകൾ. അതിപ്പോൾ മുട്ടിൽ മാത്രമല്ല, നടുവേദനയായിട്ടും മറ്റുള്ള ജോയിൻസിലൊക്കെ വേദന വരാം. അതുപോലെ തന്നെ അസിഡിറ്റി വലിയൊരു പ്രശ്നമാണ് സ്ത്രീകളിൽ കാണിക്കുന്നത്. അപ്പം അത് റിലേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ കൊടുക്കണം. അപ്പം മുട്ടിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കൊടുക്കരുത്. അതുപോലെ തന്നെ ഗട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ചെയ്യുന്ന സമയത്താണ് പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുക. കേസെടുത്തപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി അത് തേയ്മാനത്തിൻ്റെ പ്രശ്നമൊന്നും അല്ല എന്നുള്ളത് അല്ലേ?
ഓക്കെ. അതുപോലെ തന്നെ ഇപ്പം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ ഒരുപാട് ജോലികൾ ഉണ്ടായിരിക്കും. അപ്പോൾ തേയ്മാനം ഒട്ടും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അവർ ഓൾറെഡി ഒരു എക്സ്റേയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ രീതിയിലുള്ള തേയ്മാനത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും, പക്ഷെ അതല്ല ഒരു മേജർ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. അതല്ല. അപ്പോൾ മുട്ടിന് വേദന വരുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. അതിപ്പം ഡീജനറേറ്റീവ് കോസസ് ആവാം, തേയ്മാനം പോലുള്ള പ്രശ്നങ്ങളാവാം, ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ആവാം. അപ്പം വാതരോഗങ്ങൾ ഒരുപാടുണ്ടല്ലോ, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ റൊമറ്റോയിഡ് കേസസുകളൊക്കെ ആവാം, അല്ലെങ്കിൽ ഗൗട്ടി ആർത്രൈറ്റിക് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ഈ യൂറിക് ആസിഡ് കൂടിയിട്ട് വേദന വരാം. പിന്നെ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസും ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് അങ്ങനെ ട്രൊമാറ്റിക് കേസസുകളൊക്കെ ഉണ്ട്, അതിൻ്റെ ഭാഗമായിട്ടും വരാം. അപ്പോൾ ഇതിനൊക്കെ ഒരു കോൺട്രിബ്യൂട്ടിങ് വലിയൊരു ഫാക്ടർ എന്ന് പറയുന്നത് അമിതവണ്ണം. സ്ത്രീകളിൽ വെയിറ്റ് കൂടുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു മെനാപ്പോസ് എത്തുന്ന സമയത്ത്. എല്ലാവരും ഹോർമോണൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാകുകയും അതിൻ്റെ ഭാഗമായിട്ട് ഒബിസിറ്റി ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ ഈ ഒരു ജോയിൻറ്റ് കംപ്ലയിൻറ്റ്സ് ആ സമയത്ത് സ്റ്റാർട്ട് ആവുന്നത്. ഇപ്പം ഡോക്ടർ പറഞ്ഞ പോലെ ഇപ്പോൾ ഇവരുടെ കേസിൽ ആ ഒരു രക്തം നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പീരീഡ്സിൻ്റെ ടൈം നിൽക്കുന്ന ഒരു സമയത്ത് സാധാരണ എല്ലാവർക്കും വരുന്നൊരവസ്ഥയാണത്. അപ്പം അതിൽ കാണിക്കുന്നതാണ്. അപ്പം ഈ വീഡിയോസ് കാണുന്നതിൽ പലരും ഇതേപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ഈ ഒരു ഏജിൽ നിൽക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരിൽ ഇതിൻ്റെ കോസ് ഇതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിംറ്റംസ് ഏതൊക്കെയാണ്? സിംറ്റംസ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ മുട്ടുവേദന കോമൺലി നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിക് കണ്ടീഷൻസ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും കാണാൻ പറ്റുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് വേദനയാണ്, പെയിൻ ആയിരിക്കും കൂടുതലായിട്ടും. അത് ഇരിക്കുമ്പോഴും അതിങ്ങനെ മടങ്ങുമ്പോഴൊക്കെയുള്ള കുറച്ച് സമയം ഇരുന്നിട്ട് ഒന്ന് ജസ്റ്റ് എഴുന്നേൽക്കാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ശക്തമായിട്ടുള്ള വേദന ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കുറച്ച് ദൂരം ഒന്ന് നടക്കുമ്പോൾ ആ നടക്കുന്ന സമയത്ത് പെയിൻ ഇല്ലെങ്കിൽ കുറച്ച് നടന്ന് അങ്ങ് എത്തുന്ന സമയത്തായിരിക്കും ആ വേദന സ്റ്റാർട്ട് ആവുന്നത്. അതുപോലെ തന്നെ സ്റ്റെപ്പ് കയറുന്ന സമയത്ത് ശക്തമായിട്ടുള്ള വേദന ഉണ്ടായിരിക്കും. അപ്പോൾ പെയിൻ എന്ന് പറയുന്നത് വലിയൊരു സിംറ്റമാണ്, എല്ലാവരിലും കാണിക്കുന്ന ഒരു സിംറ്റമാണത്. മുട്ടുവേദന ഉള്ളവരിൽ എല്ലാവരും പറയുന്നതാണ് സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല എന്നുള്ളൊരു മെയിൻ ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ സ്വെല്ലിംഗ് ഉണ്ടായിരിക്കാം, വീക്ക് ഉണ്ടായിരിക്കാം. അത് എല്ലാവരിലും ഉണ്ടാവണമെന്നില്ല. ചിലപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മളത് കോറിലേറ്റ് ചെയ്യും കൂടി വേണം. ആർത്രൈറ്റിക് കണ്ടീഷൻസ് ഒക്കെ ആണെങ്കിലും കൂടുതലായിട്ടും സ്വെല്ലിംഗ് ഉണ്ടാവും. ഇപ്പം റൊമറ്റോയിഡ് കേസസും അല്ലെങ്കിൽ ഓസ്റ്റിയോ കേസസും ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് സ്വെല്ലിംഗ് ഉണ്ടായിരിക്കും. അപ്പോൾ തേയ്മാനത്തിൻ്റെ കേസുകളിൽ അങ്ങനെ സ്വെല്ലിംഗ് കൂടുതലായിട്ട് കാണിക്കണം എന്നില്ല. അതുപോലെ തന്നെ ചില ആളുകൾ ഇവിടെ റെഡ്നെസ് അല്ലെങ്കിൽ ടെൻഡർനെസ് ഉണ്ടായിരിക്കും. ടച്ച് ചെയ്യുന്ന സമയത്ത് പെയിൻ ഉണ്ടാവുക, അല്ലെങ്കിൽ പെയിൻ ആയിട്ട് തന്നെ നോർമലി, അല്ലെങ്കിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് പെയിൻ കൂടുതലായിട്ടും കാണിക്കാം. പിന്നെ ഡിഫിക്കൽട്ടി ഇൻ വാക്കിംഗ് ആണ്, നമ്മുടെ മൂവ്മെൻറ്റ്സ് കുറയുക. അതൊക്കെയാണ് കൂടുതലായിട്ടും ഈ വേദനകളിൽ കാണിക്കുന്ന സിംറ്റംസ്. പിന്നെ ഇപ്പോൾ ആളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞല്ലോ മെനാപ്പോസ് ആണ്. അപ്പോൾ മെനാപ്പോസ് എന്ന് പറയുന്ന സമയത്ത് ഇത് മാത്രമല്ല കാണിക്കുന്നത്, വേദനകൾ മാത്രമല്ല, ഒരുപാട് മറ്റുള്ള റിലേറ്റഡ് ബ്ലഡ് പോകുന്നുണ്ട്. അതെ, ബ്ലീഡിങ് നിൽക്കുന്നതിൻ്റെ മുൻപായിട്ട് ചില ആളുകളിൽ നല്ല രീതിയിലുള്ള ഫ്ലോ കൂടുതലായിട്ട് നിൽക്കാം, അസിഡിക് കംപ്ലയിൻറ്റ്സ് കൂടുതലായിട്ട് നിൽക്കാം. അങ്ങനെയുള്ള കുറേ സിംറ്റംസ് പല രീതിയിലും പല ആളുകളിലും കാണിക്കാം. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു 40+ ഒരു 40 വയസ്സിന് മുകളിലുള്ള വീട്ടമ്മമാരിൽ നമ്മൾ കാണുന്നൊരു സാധനം കൂടിയാണ് ഈ മടമ്പിൻ്റെ താഴത്തായിട്ട്. അപ്പോൾ അവർ സ്ഥിരമായിട്ട് നടക്കുന്നതാണോ അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ സിംറ്റമാണോ ഒന്നും അറിയില്ല. അപ്പം അങ്ങനെ നമ്മൾ പറയുന്ന കേൾക്കലുണ്ട്, കാലിൻ്റെ താഴത്ത് തരിപ്പുണ്ട് അല്ലെങ്കിൽ അവിടെ വേദന ഉണ്ട്, കുറച്ച് പിന്നെ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ ആ വേദന പോകുന്നുണ്ട്, പിന്നെയും നമ്മൾ റൺ ചെയ്യുമ്പം ആ വേദന. അത് ശരിക്കും എന്താണ്? അത് രണ്ട് കാരണങ്ങൾ കൊണ്ട് മെയിനായിട്ടും വരാം. ഒന്ന് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. നമ്മുടെ ഈ പാദത്തിൻ്റെ അടിയിൽ ഒരു ഫേഷ്യ ഉണ്ട്. ആ ഫേഷ്യയിൽ വരുന്ന ഇൻഫ്ലമേഷനാണ്. അത് ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ചെരുപ്പിന് തകരാറിലായി കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മുടെ ചില ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ടൊക്കെ അങ്ങനെ വേദന വരാം. വെയിറ്റുള്ള ചെരുപ്പിട്ടാലൊക്കെയാണ്. വെയിറ്റ് അല്ല, വളരെ ടൈറ്റ് ആയിട്ടുള്ള ചെരുപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, നമ്മുടെ കാലിന് ഒതുങ്ങാത്ത ചെരുപ്പുകളൊക്കെ ഇടല്ലോ, ഷൂ ഒക്കെ ഇടുന്ന ആളുകളിൽ പെട്ടെന്ന് തന്നെ പിറ്റേ ദിവസങ്ങളിലൊക്കെ കാണിക്കുന്ന ഒരു വേദന ഉണ്ട്. അത് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന് പറയും. അതുപോലെ തന്നെയാണ് യൂറിക് ആസിഡ് കൂടുതലായിട്ട് നിൽക്കുന്ന സമയത്തും ഈ പറയുന്ന മടമ്പിനും അതിൻ്റെ താഴത്തൊക്കെ ആയിട്ട് വേദന വരാം. അത് അവിടെ മാത്രമല്ല, യൂറിക് ആസിഡ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ജോയിൻസിലായിട്ട് പെയിൻ കാണിക്കാം, എന്നാലും കൂടുതലും ഇങ്ങനെയുള്ള കേസുകളിലും കാണിക്കാം. പിന്നെ ആർത്രൈറ്റിക് കണ്ടീഷനിലും ഏതൊരു ആർത്രൈറ്റീസ് എടുത്ത് നോക്കിയാലും ഈ കാണുന്ന താഴത്തുള്ള ഭാഗങ്ങളിൽ വേദന കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ ഒരു സാധാരണ രീതിയിൽ ഇപ്പോൾ ഒരു മുട്ടുവേദന അല്ലെങ്കിൽ എല്ല് തേയ്മാനം, എല്ല് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും അപ്പം ഇത് നമുക്കത് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്നത് തന്നെയാണോ? അല്ലെങ്കിൽ അവർക്ക് പഴയ രൂപത്തിൽ തന്നെ ഇപ്പം സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നവർക്ക് സ്റ്റെപ്പ് കയറാൻ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇരിക്കാൻ കുഴപ്പമില്ല. എല്ലാവരും പെട്ടെന്ന് പറയുന്നൊരു സാധനമാണ് റെസ്റ്റ് എടുക്കണം, മുട്ട് കൂടുതലായിട്ട് വളയ്ക്കരുത്, അല്ലെങ്കിൽ അങ്ങനെ മടക്കി നൂർത്തൊന്നും ചെയ്യരുത് എന്നാണ് പറയുക. ശരിക്കും അതാണോ അല്ലെങ്കിൽ എന്താണ് അതിന് നമ്മൾ ചെയ്യേണ്ടത്? അപ്പോൾ മുട്ടുവേദന എന്ന് പറയുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം അമിത വണ്ണമുള്ള ഒരാളെടുത്ത് നോക്കുകയാണെങ്കിൽ അതെന്ന് പറയുന്നത് വലിയൊരു ഇതിനെ ട്രിഗർ ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. വണ്ണം കൂടി കഴിഞ്ഞാൽ അത് ബെയർ ചെയ്യുന്ന വെയിറ്റ് ബാലൻസ് ചെയ്യുന്ന ഈ ഒരു മുട്ടും അതുപോലെ തന്നെ നമ്മുടെ നടുവിൻ്റെ ഭാഗവും മുട്ടുമാണ് കൂടുതലായിട്ടും വെയിറ്റ് ബെയർ ചെയ്യുന്നത്. അപ്പം വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത് ഫസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ നിങ്ങളുടെ ഒരു ഹൈറ്റിനനുസരിച്ചുള്ള ഒരു വെയിറ്റ് അല്ല, അതിനേക്കാൾ ഒരു 15 കിലോളൊക്കെ നിങ്ങൾക്ക് കൂടുതലാണെങ്കിൽ നിങ്ങൾ നടക്കുന്ന സമയത്ത് ആ ഒരു മുട്ട് ബെയർ ചെയ്യുന്നത് ഒരു 4 ഇരട്ടിയോളം വെയിറ്റാണ്. 15 കിലോൻ്റെ ഒരു 4
നോർമാലിറ്റി നമ്മൾ 60 കിലോളം അധികം വെയിറ്റ് നിങ്ങളുടെ മുട്ട് വഹിക്കുന്നുണ്ട് നടക്കുന്ന സമയത്ത്. ഒരു സ്റ്റെപ്പൊക്കെ കയറുന്നുണ്ടെങ്കിൽ ഒരു 6 ഇരട്ടിയോളം ഉണ്ട്. അപ്പോൾ ഓടുകയോ ചാടുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 8 ഇരട്ടിയോളം വെയിറ്റാണ് ഈ മുട്ട് താങ്ങുന്നത്. അപ്പോൾ നമ്മൾ വെയിറ്റ് കുറയ്ക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതുപോലെ ഒരാളിപ്പോൾ ഒരു 95 kgs ആണ് ആളുടെ വെയിറ്റ് എങ്കിലും ഒന്ന് നോക്കിയാൽ മതി. അതിൽ 90% വെയിറ്റ് എങ്ങോട്ടാണുള്ളത്? മുട്ടിന് മുകളിലോട്ടല്ലേ ഉണ്ടാകുന്നത്. അതിലൊരു 5 kgs മാത്രമേ താഴോട്ട് വരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ടോട്ടൽ വെയിറ്റ് കുറയ്ക്കുക. അപ്പം നല്ല മുട്ടുവേദന ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അമിതമായിട്ടുള്ള എക്സസൈസും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അത് കരുതിയിട്ട് അവർ കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് എടുക്കുക എന്നുള്ളതല്ല. ചെറിയ മൂവ്മെൻറ്റ്സും സ്ട്രെച്ചിങ് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ചില ഡെഫിഷ്യൻസി ഉണ്ടോയെന്നും കൂടി നോക്കണം. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഒരുപാട് ആളുകളിൽ കാണിക്കാറുണ്ട്. അങ്ങനെയുള്ള ഡെഫിഷ്യൻസി, കാൽഷ്യം കുറവ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അതിൻ്റെ കൂടെ തന്നെ ഭക്ഷണത്തിനകത്ത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുക. പ്ലസ് നമ്മൾ മെഡിക്കേഷൻസും കൂടി കൊടുക്കുമ്പോൾ മാത്രമേ പൂർണ്ണമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ആവുള്ളൂ. അപ്പം ഇപ്പോൾ ഒരു മുട്ടുവേദന വരാതിരിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മളൊക്കെ ഏജ് എന്ന് പറഞ്ഞാൽ ഒരു കുറഞ്ഞ ഏജാണല്ലോ. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ടൈമിലും ഈ മുട്ടുവേദന വരാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണ്? ഇപ്പം പൊതുവിൽ ആളുകൾ ആക്ടിവിറ്റീസ് കുറവാണ്. ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ ആക്ടിവിറ്റീസ് കുറവാണ്. ഇപ്പം നമ്മൾ ഉദാഹരണം ചിലത് പറയുകയാണെങ്കിൽ മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ തീരെ തുറക്കാത്തൊരു വാതിൽ ഒറ്റയടിക്ക് തുറക്കുമ്പോൾ ചിലപ്പോൾ ഒന്നുണ്ടാവും, അതിനൊരു എന്തെങ്കിലും ഡാമേജുകൾ കാര്യങ്ങളൊക്കെ വരുന്നു പറയുന്ന പോലെ ഇപ്പോൾ ആക്ടിവിറ്റീസ് കുറവായതുകൊണ്ട് നമ്മൾ മുട്ടുമ്പോൾ കൂടുതലായിട്ട് മടക്കലും കാര്യങ്ങളൊന്നുമില്ല. എപ്പോഴും നമ്മൾ ഇരുത്തം ഇങ്ങനെയാണ്, ജോലിയാണെങ്കിൽ ഇരുന്നിട്ടുള്ള ജോലികളാണ് ഒക്കെയാണ്. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് അല്ലെങ്കിൽ മുട്ട ഏത് രൂപത്തിൽ നമ്മൾ യൂസ് ചെയ്യണം? അതാണ്. അപ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് വെയിറ്റ് കൂടാതെ നോക്കണം. അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ ഒരു ജെനറ്റിക്സിൻ്റെ ഭാഗമായിട്ടും ഈ ഒരു തേയ്മാനം സംഭവിക്കുന്നുണ്ട് ആളുകൾ. അപ്പം അതിനെ നമുക്കൊന്നും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് ഏർലി ആയിട്ട് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എടുക്കാം. പിന്നെ വാതരോഗങ്ങളൊക്കെയാണ് എടുത്ത് നോക്കുന്നതെങ്കിൽ ഒരു ആദ്യത്തെ 2 വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ നോക്കുക. നിങ്ങളത് പഴകുക, അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ ഓൾഡ് ആവുന്നതിനനുസരിച്ച് ആ ട്രീറ്റ്മെൻറ്റ് അവിടുത്തെ ചാൻസസ് കുറയുക ചെയ്യുന്നത്. ഈ പലരും നമ്മുടെ ക്ലിനിക്കിൽ വരുന്നത് വളരെയധികം പ്രായമായിട്ടാണ്. അവർ അതുവരെ അത് പിടിച്ച് സഹിച്ച് നിൽക്കും. എന്നിട്ട് ഒരു ഏജ്ഡ് ആവുന്ന സമയത്താണ് അവർ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് ആയിട്ട് വരുന്നത്. ആ സമയത്ത് നമ്മുടെ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉറപ്പ് എന്ന് പറഞ്ഞാൽ വെറും 50% മാത്രമാണ്. നമുക്കൊരു 100% അവർക്ക് നിങ്ങൾ മാറ്റിത്തരാൻ പറ്റും എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ആ ഒരു കണ്ടീഷനെ നമുക്ക് കുറച്ചെടുക്കാം. പിന്നെയും അവരുടെ മൂവ്മെൻറ്റ്സിലും കാര്യത്തിലൊക്കെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും ആ വേദന വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം ഇനീഷ്യലി നിങ്ങൾക്കിപ്പം ചെറിയ രീതിയിലൊക്കെ മുട്ടുവേദന സ്റ്റാർട്ട് ആവുന്നുണ്ടെങ്കിൽ വേഗം തന്നെ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അപ്പം ഈ അടുത്ത് തന്നെ കുറച്ച് മുന്നേ നമ്മുടെ ക്ലിനിക്കിൽ വന്നൊരു കേസ് എനിക്ക് ഓർമ്മയുണ്ട്. അവർ വരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. GCC കുവൈത്തിലായിരുന്നു അവർ വർക്ക് ചെയ്യുന്നത്. അവർ തീരെ കാല് വെച്ചുകൂടെ, ഇപ്പോൾ സ്റ്റെപ്പൊന്നും തീരെ വെക്കാൻ പറ്റില്ല. ഒരു ലേഡി ആയിരുന്നു. അപ്പോൾ അവർ ഏകദേശം അത്രയും സഫർ ചെയ്ത കേസ് ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ കൺസൾട്ടേഷനൊക്കെ നടത്തി ലാസ്റ്റ് എന്ത് ചെയ്തു, നമ്മുടെ ക്ലിനിക്കിൽ വീഡിയോ കണ്ടിട്ട് അങ്ങനെ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. ഇതിൽ ഫസ്റ്റ് കൺസൾട്ടേഷനിൽ തന്നെ അവർക്ക് എന്ത് ചെയ്തു, വേദന പൂർണ്ണമായിട്ടും അറിയാം. ഒരുപാട് സന്തോഷം പറഞ്ഞു, ഒരുപാട് നന്ദി അവർ പറഞ്ഞിട്ടുണ്ട് ആ കേസിൽ. ഇപ്പം അങ്ങനത്തെ ഒക്കെ കേസുകളാണെങ്കിലും നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഈ ആമവാദത്തിൻ്റെ ഒരു പ്രശ്നമാണ്, നേരത്തെ നമ്മൾ ഡിറ്റക്ട് ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കാനുള്ളത്. അപ്പോൾ നേരത്തെ മനസ്സിലാക്കാനുള്ള ആ ഒരു സിംറ്റംസ് എന്തായിരിക്കും? ഈ കാണുന്ന ആളുകൾക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം ആയിക്കത്. അതിപ്പം അവർക്ക് ഇപ്പം ആമവാദമാണോ അല്ലെങ്കിൽ OA ആണോ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണോ എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാൻ കഴിയണം എന്നില്ല പലർക്കും. പക്ഷേ നമുക്ക് സിംറ്റംസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആമവാദ പേഷ്യൻസിനൊക്കെ എടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല വേദന ഉണ്ടായിരിക്കാം. ശരിക്കും അക്കോർഡിംഗ് ടു ആയുർവേദമൊക്കെ പറയുകയാണെങ്കിൽ ആമവാദം എന്ന് ആ ഒരു വേർഡിൽ പറയുന്നത് ശരിക്കും അവരുടെ ആ ജോയിൻസും കാര്യങ്ങളൊക്കെ അത്രത്തോളം ആ ഒരു രീതിയിലോട്ട് വരും. അതായത് ഇങ്ങനെ മടങ്ങിയിട്ട് ആ ഒരു കണ്ടീഷനിലോട്ടാണ് പേഷ്യൻസ് പോകുന്നത്. അതുപോലെ തന്നെ രാവിലെ എണീച്ചു കഴിഞ്ഞാൽ ഈ ഒരു മുട്ടിൻ്റെ ഭാഗത്തൊക്കെ ആണെങ്കിൽ നല്ല സ്വെല്ലിങ്സ് ഉണ്ടായിരിക്കും, നല്ല വീക്ക് ഉണ്ടായിരിക്കും, നല്ല റെഡ്നെസ് അനുഭവപ്പെടാം. അപ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയായിരിക്കും, ശരീരമൊക്കെ പൊട്ടി നുറങ്ങുന്ന പോലുള്ള വേദന എന്നാണ് പേഷ്യൻസ് പറയുന്നത്. അപ്പം ആ സിംറ്റംസ് വെച്ചിട്ട് ഡോക്ടേഴ്സ് അവർക്ക് ടെസ്റ്റ് കൊടുക്കും. എന്താണെങ്കിലും നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഡയഗ്നോസിസ് വേണമെങ്കിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ആമവാദത്തിൻ്റെ കേസൊക്കെ ആണെങ്കിൽ RA ടെസ്റ്റുകൾ, ആൻറ്റി CCP ടെസ്റ്റ് അപ്പോൾ നോക്കുക. അതിപ്പോൾ തന്നെ അതിപ്പോൾ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെങ്കിൽ ESR എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. OA ആണോ അല്ലെങ്കിൽ RA ആണോ നമുക്ക് മനസ്സിലാക്കിയിട്ട് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം. ഇപ്പം ഡോക്ടർ പറഞ്ഞ ടെസ്റ്റുകൾ നിങ്ങളൊന്ന് അവിടെ എവിടെയെങ്കിലും നോട്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഈ രൂപത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ അല്ലെങ്കിൽ ഇങ്ങനെ സഫർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടെസ്റ്റ് ഇപ്പോൾ ഡോക്ടറെ കാണിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. ഇപ്പോൾ പുറത്തുള്ള ആളുകളാണെങ്കിൽ ഓൺലൈനായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് മെഡിസിൻസും കാര്യങ്ങളൊക്കെ അങ്ങോട്ടേക്ക് കൊറിയർ ചെയ്യലാണ് സാധാരണ ചെയ്യൽ. അപ്പം ഈ ഒരു ടെസ്റ്റ് നിങ്ങൾ എടുത്തിട്ട് ഇപ്പോൾ ഡോക്ടറെ കാണിക്കാൻ വരുമ്പോൾ ഈ ഒരു ടെസ്റ്റ് എടുത്തിട്ട് വരികയാണെങ്കിൽ അത്രയും നന്ദി. കാരണം നമുക്കത് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പം ഇവരുടെ ശരിക്കും പറഞ്ഞാൽ ഈ ഫുഡ് എന്തെങ്കിലും ഇതിൽ കണക്റ്റഡ് ആണോ? നമ്മുടെ ലൈഫ് സ്റ്റൈലോ ഫുഡോ ഉറക്കക്കുറവോ അങ്ങനെ ഏതെങ്കിലും ഇത് കണക്റ്റഡ് ആണോ?
അത് ഇപ്പോഴത്തെ ഒരു യങ് ജനറേഷനൊക്കെ എടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ അവർ കൂടുതലും കഴിക്കുന്നത് ഈ ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളുമാണ്. അതിൽ തന്നെ ഒരുപാട് ഡെഫിഷ്യൻസീസാണ് വരുന്നത്. ഇപ്പോൾ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസ് ആണെങ്കിലും അതുപോലെ തന്നെ കാൽഷ്യത്തിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസീസ് വരുന്നുണ്ട്. അപ്പം അതും ഈ പറയുന്ന പോലെയുള്ള വേദനകൾക്ക് വലിയൊരു കോൺട്രിബ്യൂട്ടിങ് ഫാക്ടേഴ്സാണ്. അപ്പം ഫാസ്റ്റ് ഫുഡിൻ്റെ അടുത്തൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും ഈ മൈദയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പ്രിസർവേറ്റീവ്സ് ഉണ്ട്, കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഇതിൻ്റെയൊക്കെ അബ്സോർപ്ഷനും ബോഡിയിൽ കുറയ്ക്കും. ഒരുപാട് പ്രിസർവേറ്റീവ്സ് ബോഡിയിൽ എത്തുക അല്ലെങ്കിൽ നമ്മുടെ ഗട്ട് ഹെൽത്ത് ഇംപ്രോപ്പറായി കഴിയുക എന്ന് പറയുന്ന സമയത്ത് അവിടെയുള്ള വൈറ്റമിൻസിൻ്റെ ഒക്കെ അബ്സോർപ്ഷനാണ് കുറയുന്നത് അല്ലേ. ഒരുവിധം ഓൾമോസ്റ്റ് വൈറ്റമിൻ എയും ഡിയും ഇയും കെ ഒക്കെ ആണെങ്കിലും അതിനൊരു അബ്സോർപ്ഷൻ നടക്കുന്ന ഒരു മെയിൻ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ചെറുകുടലിൽ വെച്ചിട്ടാണ്. ഈ ചെറുകുടൽ അല്ലെങ്കിൽ വൻകുടൽ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ വരുന്ന ചില മാറ്റങ്ങൾ ആ പറയുന്ന വൈറ്റമിൻസിൻ്റെ ഒക്കെ അബ്സോർപ്ഷൻ അവിടെ താളം തെറ്റിക്കുക. അതിൻ്റെ ഭാഗമായിട്ടും വേദനകളും കാര്യങ്ങളൊക്കെ വരാം. അപ്പം അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ വേദന ഉണ്ടെന്ന് കരുതി അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ ജോയിൻറ്റ് കംപ്ലയിൻസ് ഉണ്ട് അല്ലെങ്കിൽ മസിൽ കംപ്ലയിൻസ് ഉണ്ട്, അപ്പോൾ ഇതും എൻ്റെ വയറും തമ്മിൽ എന്ത് ബന്ധമാണുള്ളതെന്ന് പലർക്കുള്ളൊരു ഡൗട്ടായിരിക്കാം. മറ്റേ പേഷ്യൻറ്റിനെ എടുത്ത് നോക്കുന്ന സമയത്ത് തന്നെ അവർക്ക് അസിഡിറ്റി എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ഗട്ട് ഹെൽത്ത് ക്ലിയർ ആക്കുക എന്നുള്ളത് ഇതിൽ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ എല്ലാ ഭാഗവും കൂടി നമുക്കത് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഒരു ട്രീറ്റ്മെൻറ്റിൽ തന്നെ എല്ലാം ക്ലിയർ ആവുന്നൊരു അവസ്ഥ. ഓക്കെ, അപ്പം ഡോക്ടർ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം മുട്ടുവേദന കൊണ്ട് ബുദ്ധിമുട്ടാകുന്ന ഒരുപാട് ആളുകളെ നമുക്ക് തന്നെ അറിയാം, നമ്മളെ ചുറ്റുപാടിലുണ്ട്. ഇപ്പോൾ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഒരു 60+ അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലായിരുന്നു ഈ ഒരു വേദന നമ്മൾ തേയ്മാനമൊക്കെ കേൾക്കലുള്ളത്. ഇപ്പോൾ സാധാരണ ചെറിയ ആളുകളിൽ പോലും നമ്മളിത് കാണുന്നുണ്ട്. അതേപോലെ ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന വീട്ടമ്മമാരായാലും വീട്ടിലിരിക്കുന്നവരെ നമ്മുടെ ഉമ്മമാരാണെങ്കിലും അതേപോലെ നമ്മളെ ജ്യേഷ്ഠന്മാരാണെങ്കിലും ഉപ്പാരാണെങ്കിലും ഒക്കെ ഒന്നുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഡോക്ടറെ ബന്ധപ്പെടാം. ഡോക്ടർ കൺസൾട്ടേഷനും ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ടൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിനനുസരിച്ചുള്ള കറക്റ്റ് നോക്കിയിട്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞതിൽ തേയ്മാനാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ കേസ് അപ്പോൾ അവർ സാധാരണ എല്ലാവരും കേൾക്കുമ്പം ഓക്കെ ഇതിന് റെഡി ആവില്ല, എൻ്റെ മുട്ടനി റെഡി ആവില്ല എന്ന് വിചാരിക്കുന്നവരാണ് പലരും. ഇതിന് ട്രീറ്റ്മെൻറ്റ് ഇല്ലയെന്ന് വിചാരിക്കും. ഒരു രൂപത്തിലും പേടിക്കേണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ തന്ന് നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ഇവരുടെ കേസിലൊക്കെ ഏകദേശം 1 month കൊണ്ട് തന്നെ നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസുകളൊക്കെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നിങ്ങൾ ഡോക്ടറെ കാണിക്കുക എന്നുള്ളതാണ്. അപ്പം ഡോക്ടർ ലൈഫ് സ്റ്റൈൽ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ ഈ വീഡിയോസിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. ഡോക്ടർ ഭാഗ്യ മാം ആണ്, നമ്മുടെ Q1B ഹെൽത്ത് കെയർ കൊടുവള്ളിയിലുള്ള ചീഫ് മെഡിക്കൽ ഓഫീസറും കൂടിയാണ്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.